learners. Welcome to Learn Day. ഇന്ന് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ സെക്കൻഡ് മൊഡ്യൂൾ ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് അതിന്റെ സിലബസ് നോക്കാം. കൺസ്യൂമർ ബിഹേവിയർ, ബൈങ് റോൾസ് ആൻഡ് ബിഹേവിയർ, ഇൻഡിവിജ്വൽ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺസ്യൂമർ ബിഹേവിയർ, മോഡൽസ് ഓഫ് ബൈങ് ഡിസിഷൻസ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈങ് ഡിസിഷൻസ്, കൾച്ചറൽ, സോഷ്യൽ, പേഴ്സണൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അതുപോലെ തന്നെ ബൈയിങ് പ്രോസസ്, കൺസ്യൂമർ അഡാപ്റ്റേഷൻ പ്രോസസ്, ചേഞ്ചിങ് പാറ്റേൺ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഇത്രയും ഏരിയാസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യുന്നത്. First, consumer behavior. Consumer behavior is a study of how individuals, groups, or organizations select, purchase, and dispose of products, service, ideas, or experiences to satisfy their needs and wants. അതായത് ഒരു കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് പിന്നെ ഒരു നീഡ്സ് അല്ലെങ്കിൽ വോൺസ് ഓഫ് എ കൺസ്യൂമർ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവരൊരു പ്രൊഡക്ട്സ് വാങ്ങുക, അതെങ്ങനെ യൂസ് ചെയ്യുന്നു, അതെങ്ങനെ ഡിസ്പോസ് ഓഫ് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ കവർ ചെയ്യുന്നതിന് ഒരു പ്രോസസ്സാണ് കൺസ്യൂമർ ബിഹേവിയർ. ആ ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ ഐ ഹാവ് ഗിവൺ ദ ഡെഫിനിഷൻ ആസ് വെൽ ആസ് ദ മീനിങ്. മീനിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ എക്സ്പ്ലെയിൻസ് വൈ പീപ്പിൾ ബൈ, വാട്ട് ദേ ബൈ, വെൻ ദേ ബൈ, വേർ ദേ ബൈ, ഹൗ ദേ ബൈ ആൻഡ് ഹൗ ഒപ്റ്റെയിൻ ദേ ബൈ. ഇത്രയും ഏരിയാസ് കംപ്ലീറ്റ്ലി ഈ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ കവേർഡ് ആണ്. പിന്നെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ഡെഫിനിഷൻ ആയിരിക്കും കൂടുതൽ ചോദിക്കാൻ ചാൻസ്. പിന്നെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രിഫറൻസ്, ഡെവലപ്പ് സ്യൂട്ടബിൾ പ്രൊഡക്ട്സ്, സെറ്റ് അപ്രോപ്രിയേറ്റ് പ്രൈസസ്, ക്രിയേറ്റ് എഫക്റ്റീവ് അഡ്വർടൈസ്മെന്റ്സ്, ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ബിൽഡ് കസ്റ്റമർ ലോയൽറ്റി, ഗെയിൻ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഒരു കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഇത്രയും ബെനിഫിറ്റ്സ് ആണ് ഒരു ബിസിനസ്സിന് കിട്ടുന്നത്. അതായത് ഒരു കസ്റ്റമറിന്റെ നീഡ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് നമുക്ക് ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ ആ ഒരു നീഡ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ക്രിയേറ്റ് എഫക്റ്റീവ് അഡ്വർടൈസ്മെന്റ്സ്, ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ബിൽഡ് കസ്റ്റമർ ലോയാലിറ്റി ആൻഡ് ഗെയിൻ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഇത് ഓരോന്നിനെ ഫോളോ ചെയ്ത് വരുന്ന പിന്നെ ബെനിഫിറ്റ്സ് ആണ്. ഓരോന്നിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഓരോരോ ബെനിഫിറ്റ്സും. പിന്നെ ബൈയിങ് റോൾസ് എന്താന്ന് നോക്കാം. ബൈയിങ് റോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബൈയിങ് പ്രോസസ്സിൽ പിന്നെ ഓരോ പിന്നെ വ്യക്തിക്കും ഓരോ റോൾസ് ഉണ്ട്. അപ്പം ഇതിൽ പറയുന്നത് 5 ബൈയിങ് റോൾസ് ഉണ്ടെന്നാണ്. ഫസ്റ്റ് ഇനീഷ്യേറ്റർ, പിന്നെ ഇൻഫ്ലുവൻസർ, പിന്നെ ഡിസൈഡർ, ബയ്യർ ആൻഡ് യൂസർ. ഇതൊക്കെ പിന്നെ ഇനീഷ്യേറ്റർ എന്ന് പറയുന്നത് ദ വൺ ഹൂ ഫസ്റ്റ് സജസ്റ്റ് പർച്ചേസിങ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ആളാണ് ഇനീഷ്യേറ്റർ. ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാൻ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മളെ ബൈയിങ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അഡ്വൈസ് ഒക്കെ തരുന്ന ആളാണ് ഇൻഫ്ലുവൻസർ. ഡിസൈഡർ, ദ പേഴ്സൺ ഹു മേക്സ് ദ ഫൈനൽ പർച്ചേസ് ഡിസിഷൻ. അതായത് ഒരു പർച്ചേസ് ഡിസിഷൻ എടുക്കുന്ന ആളാണ് ഡിസൈഡർ. പിന്നെ ബയ്യർ, ആ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി ആരാണോ വാങ്ങിക്കുന്നത് അതാണ് ബയ്യർ. പിന്നെ യൂസർ എന്ന് പറയുന്നത് ദ എൻഡ് കസ്റ്റമർ, അതായത് ലാസ്റ്റ് ആ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന ആള് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആള്, അതാണ് യൂസർ. അടുത്ത് നമ്മൾ നോക്കുന്നത് ബൈയിങ് ബിഹേവിയർ ആണ്. ബൈയിങ് ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു ദ വേ കൺസ്യൂമേഴ്സ് മേക്ക് പർച്ചേസ് ഡിസിഷൻ. ഒരു കൺസ്യൂമർ എങ്ങനെയാണോ പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നത് അതാണ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതിൽ 4 ടൈപ്സ് ഓഫ് ബൈയിങ് ബിഹേവിയർ ഉണ്ട്. ഫിലിപ്പ് കോട്ട്ലർ ആണ് പിന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ ആണ്. അതായത് ഒരു കോംപ്ലക്സ് സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പിന്നെ ഒരു കസ്റ്റമർ എങ്ങനെ ഒരു ബൈയിങ് ബിഹേവിയർ എടുക്കും, അതായത് ഒരു ബൈയിങ് ഡിസിഷൻസ് എടുക്കും, അതാണ് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയറിൽ പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് വെൻ പ്രോഡക്റ്റ് ഈസ് എക്സ്പെൻസീവ്, ഹൈ ഇൻവോൾവ്മെന്റ് ഈസ് റിക്വയർഡ് ആൻഡ് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ ഒക്കർ ചെയ്യുന്നത്. അടുത്തത് ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ ആണ്. ഇറ്റ് ഒക്കേഴ്സ് വെൻ ഹൈ ഇൻവോൾവ്മെന്റ്, ഫ്യൂ ഡിഫറൻസസ് എമോങ് ബ്രാൻഡ്സ്. അതായത് കുറച്ച് ബ്രാൻഡ്സും അതുപോലെ തന്നെ നമ്മളുടെ മുന്നിൽ കുറച്ച്, അതായത് അത്രയും ബ്രാൻഡ്സ് ഇല്ല, അപ്പം അത്രയും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഹൈ ഇൻവോൾവ്മെന്റിലൂടെ നമ്മൾ വാങ്ങുന്നതാണ് എന്ത് ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നെ അത് ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ ആണ്. ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വാങ്ങുന്ന കാര്യങ്ങൾ, ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഹാബിച്വൽ ബൈയിങ് ബിഹേവിയറിൽ പറയുന്നത്. അതിൽ നമുക്ക് കുറഞ്ഞ ഇൻവോൾവ്മെന്റ് മതിയായിരിക്കും. കുറെ ബ്രാൻഡ് ഡിഫറൻസസ് ഉണ്ടാവും. പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്. അടുത്തത് വെറൈറ്റി സീക്കിംഗ് ബൈയിങ് ബിഹേവിയർ.
ഇതിൽ ലോ ഇൻവോൾവ്മെന്റ് അതുപോലെ തന്നെ മിനി ബ്രാൻഡ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും. ഇതാണ് നമ്മളൊരു വെറൈറ്റി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ബിഹേവിയർ ആണ് എന്ത് വെറൈറ്റി സീക്കിംഗ് ബൈയിങ് ബിഹേവിയർ. അടുത്തത് ഇൻഡിവിജ്വൽ കൺസ്യൂമർ ബിഹേവിയർ ആണ്. ഇൻഡിവിജ്വൽ കൺസ്യൂമർ ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു പർച്ചേസിംഗ് ഡിസിഷൻസ് മെയ്ഡ് ബൈ സിംഗിൾ പേഴ്സൺ ഓർ ഹൗസ് ഹോൾഡ് ഫോർ പേഴ്സണൽ കൺസംഷൻ. അതായത് പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വൽ എടുക്കുന്ന പർച്ചേസിംഗ് ഡിസിഷൻസിനാണ് നമ്മൾ ഇൻഡിവിജ്വൽ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ നീഡ്സ്, ഇമോഷണൽ ഡിസിഷൻസ്, ലോവർ പർച്ചേസ് ക്വാണ്ടിറ്റി, ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്. പേഴ്സണൽ നീഡ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആള് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ ഡിസിഷൻസ് ആയിരിക്കും, ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അതായത് ഒരു വ്യക്തിക്ക് കൺസ്യൂം ചെയ്യേണ്ടത് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലോവർ ക്വാണ്ടിറ്റി ആയിരിക്കും. പിന്നെ ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും, കൂടുതൽ ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ലാതെ ഹാബിച്വൽ പർച്ചേസിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞില്ലേ അതുപോലെയുള്ള പിന്നെ കാര്യങ്ങൾ വാങ്ങുന്നത് കൊണ്ട് തന്നെ ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്. ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ ബൈയിങ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അവരുടെ ഇൻകം, ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി, ഫാമിലി, കൾച്ചർ, മോട്ടിവേഷൻ, പെർസെപ്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ കൺസ്യൂമർ ബിഹേവിയർ. ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ കൺസ്യൂമർ ബിഹേവിയർ refers to the purchasing decisions made by organizations, businesses, hospitals, schools or government agencies to support their operations. അതായത് നേരത്തെ നമ്മൾ ഇൻഡിവിജ്വൽ കൺസ്യൂമർ ബിഹേവിയർ ആണ് പറഞ്ഞത്. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഒരു പർച്ചേസിംഗ് ഡിസിഷൻ എടുക്കുന്നത്, അതിന്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഡേ ടു ഡേ റണ്ണിങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന പർച്ചേസിംഗ് ഡിസിഷനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, ലാർജ് പർച്ചേസ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഫോർമൽ ബൈയിങ് പ്രോസസ്, മൾട്ടിപ്പിൾ ഡിസിഷൻ മേക്കേഴ്സ്, ഫോക്കസ് ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, റിലയബിലിറ്റി ആൻഡ് ലോങ് ടേം വാല്യൂ. ഇത്രയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമ്മൾ മോഡൽസ് ഓഫ് ബൈയിങ് ഡിസിഷൻസ് നോക്കുകയാണ്. നമുക്ക് ഒരുപാട് ഓൾമോസ്റ്റ് ഒരു 4 to 5 മോഡൽസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എക്കണോമിക് മോഡൽ ആണ് പറയുന്നത്. എക്കണോമിക് മോഡൽസ് പറയുന്നത് കൺസ്യൂമേഴ്സ് ആർ റേഷണൽ ആൻഡ് എയിം ടു മാക്സിമൈസ് വാല്യൂ. കൺസ്യൂമേഴ്സ് റേഷണൽ ഡിസിഷൻ മേക്കേഴ്സ് ആണ്. അവരെപ്പോഴും അവർക്ക് വാല്യൂ കിട്ടുന്ന രീതിയിലാണ് അവർ പർച്ചേസ് ചെയ്യുക എന്നാണ് ഈ എക്കണോമിക് മോഡൽ പറയുന്നത്. അവര് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, ഒരു പർച്ചേസ് ഡിസിഷൻ എടുക്കുമ്പോൾ അവർ പ്രൈസ്, ക്വാളിറ്റി, ബെനിഫിറ്റ്സ് ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ അവർ ഡിസിഷൻസ് എടുക്കുകയുള്ളൂ. അവർക്ക് വാല്യൂ കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഡിസിഷൻ എടുക്കുന്നു എന്ന് പറയുന്ന ഒരു മോഡലാണ് എന്ത്, എക്കണോമിക് മോഡൽ. അടുത്തത് ലേണിംഗ് മോഡലാണ്. പാസ്റ്റ് എക്സ്പീരിയൻസസ് ഇൻഫ്ലുവൻസ് പർച്ചേസ് ഫ്യൂച്ചർ പർച്ചേസസ്. ലേണിംഗ് മോഡൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അയാൾക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് കിട്ടിയതെങ്കിൽ ഫ്യൂച്ചറിൽ അയാൾ അത് വാങ്ങിക്കില്ല, ഒബ്വിയസ്ലി വാങ്ങിക്കില്ല. അപ്പം എക്സ്പീരിയൻസസ് മാറ്റർ ഇൻ പർച്ചേസ് ഡിസിഷൻസ്. അപ്പൊ ലേണിംഗ് മോഡൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഫ്യൂച്ചർ പർച്ചേസ് ഡിസിഷനിൽ ഒരു കസ്റ്റമറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി സൈക്കോ അനാലിറ്റിക് മോഡൽ, സിഗ്മണ്ട് ഫ്രോയിഡ് ഡെവലപ്പ് ചെയ്ത മോഡലാണിത്. ഇതിൽ പറയുന്നത് അൺകോൺഷ്യസ് മോട്ടീവ്സ്, ഇമോഷൻസ് ആൻഡ് ഡിസയർ ഇൻഫ്ലുവൻസ് ബൈയിങ് ബിഹേവിയർ. അതായത് ഒരു വ്യക്തിയുടെ ഇമോഷൻസ് അല്ലെങ്കിൽ മോട്ടീവ്സ്, അവരുടെ ഡിസയർസ് കാര്യങ്ങളൊക്കെ പിന്നെ അവരുടെ പർച്ചേസിംഗ് ഡിസിഷൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ മോഡൽ പറയുന്നത്. ഇനി സോഷ്യോളജിക്കൽ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യോളജിക്കൽ മോഡൽ എന്ന് പറയുന്നത് അതായത് സൊസൈറ്റി എങ്ങനെ ബൈയിങ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കാർ വാങ്ങുകയാണെങ്കിൽ അതിൽ നമ്മൾ ഫാമിലി, ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സോഷ്യോളജിക്കൽ മോഡലിൽ എന്താ പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൊസൈറ്റി ഇൻഫ്ലുവൻസ് ബൈയിങ് ഡിസിഷൻ എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസസ് ഇൻക്ലൂഡ് ഫാമിലി, ഫ്രണ്ട്സ്, കൾച്ചർ, സോഷ്യൽ ക്ലാസ്. ഇതിന്റെ ഒക്കെ എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. എക്സാമിന് നിങ്ങൾ ഈ എക്സാമ്പിൾസ് വെച്ച് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് കുറേം കൂടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഹോവേർഡ് ഷെത്ത് മോഡലാണ് നമ്മൾ നോക്കുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺസ്യൂമർ ബിഹേവിയർ മോഡൽ. ഇതില് ഹോവേർഡ് ഷെത്ത് മോഡൽ എന്താ പറയണത്, ഇതില് എങ്ങനെയാണ് ഒരു ബൈയിങ് നടക്കുന്നത്, അതായത് ബൈയിങ് ഡിസിഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു ഫുൾ സ്റ്റെപ്സ് തന്നെ ഇതിൽ
പറയുന്നുണ്ട്. അതായത് ഇൻപുട്ട്, പെർസെപ്ഷൻ ആൻഡ് ലേണിംഗ്, ബൈയിങ് ഡിസിഷൻ, സാറ്റിസ്ഫാക്ഷൻ ആഫ്റ്റർ പർച്ചേസ്. ഇൻപുട്ട് എന്ന് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ്, അതായത് ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു പോസിറ്റീവ് പെർസെപ്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു അത് വേണമെന്നുള്ള ഒരു നീഡ് അല്ലെങ്കിൽ വാണ്ട് തോന്നി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും. പഠിച്ചതിന് ശേഷം നമ്മളത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഇൻപുട്ട്, അത് കഴിഞ്ഞിട്ട് പെർസെപ്ഷൻ ആൻഡ് ലേണിംഗ് അബൌട്ട് ദി വോട്ട് വി ഹാവ് came to know about the product. Then അത് കഴിഞ്ഞിട്ടുള്ള ബൈയിങ് ഡിസിഷൻസ്, പിന്നെ സാറ്റിസ്ഫാക്ഷൻ ആഫ്റ്റർ പർച്ചേസ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈയിങ് ഡിസിഷൻസ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈയിങ് ഡിസിഷൻസ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാ വരുന്നത് നോക്കാം. കൾച്ചർ, സബ് കൾച്ചർ, സോഷ്യൽ ക്ലാസ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ നമുക്ക് വാല്യൂസ്, ബിലീഫ്സ്, കസ്റ്റംസ്, ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി സോഷ്യൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്ന ഫാമിലി, ഫ്രണ്ട്സ്, റെഫറൻസ് ഗ്രൂപ്പ്സ്, സോഷ്യൽ റോൾസ്, സ്റ്റേറ്റസ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി പേഴ്സണൽ ഫാക്ടേഴ്സ്. പേഴ്സണൽ ഫാക്ടേഴ്സിൽ ഏജ്, ഒക്യുപ്പേഷൻ, ഇൻകം, ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി, ലൈഫ് സ്റ്റേജ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ മെന്റൽ പ്രോസസ്. അപ്പം അതിൽ നമ്മളെ മോട്ടിവേഷൻ, പെർസെപ്ഷൻ, അതുപോലെ തന്നെ ലേണിംഗ്, ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, ഇന്റേണൽ മെന്റൽ പ്രോസസ്, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക. സോ അതിൽ വരുന്നതാണ് മോട്ടിവേഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഇനി കൺസ്യൂമർ ബൈയിങ് പ്രോസസ്. ഒരു കൺസ്യൂമർ എങ്ങനെ, ഏതൊക്കെ സ്റ്റേജസിലൂടെ പോയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ്, നീഡ് റെക്കഗ്നീഷൻ. കൺസ്യൂമർ എന്ത് ചെയ്യും, അവർക്ക് ഇന്ന ഒരു കാര്യം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കും, അത് റിയലൈസ് ചെയ്യും. അതാണ് നീഡ് റെക്കഗ്നീഷനിൽ പറയുന്നത്. പിന്നെ ഇൻഫോർമേഷൻ സെർച്ച്. ആ ഒരു നീഡ് പിന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നുള്ള അൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് അവരെന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. ദാറ്റ് ഈസ് ഇൻഫോർമേഷൻ സെർച്ച്. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഇവാലുവേഷൻ ഓഫ് അൾട്ടർനേറ്റീവ്സ്. അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് കമ്പയർ അൾട്ടർനേറ്റീവ്സ് വിത്ത് പ്രൈസ്, ഫീച്ചേഴ്സ്, ക്വാളിറ്റി, വാറന്റി, ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, അൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേജ് ആണ് പർച്ചേസ് ഡിസിഷൻ. അവരെന്ത് ചെയ്യും, ബെസ്റ്റ് അൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, പർച്ചേസ് ഡിസിഷനിലേക്ക് പോകും. ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവരെന്ത് ചെയ്യും, സെലക്ട് ചെയ്ത് അവർ പർച്ചേസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്, പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അതായത് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എനിക്ക് നല്ല ക്വാളിറ്റി, പിന്നെ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, അവർ പിന്നെ റിപ്പീറ്റ് ചെയ്ത് അത് വാങ്ങാനും പിന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷനിലേക്കും ലീഡ് ചെയ്യും. അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, അവരിനി ഫ്യൂച്ചറിൽ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് പോവില്ല. അതാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയറിൽ പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് 5 സ്റ്റേജ് ആണുള്ളത് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിൽ, കൺസ്യൂമർ ബൈയിങ് പ്രോസസ്സിൽ. സോ നീഡ് റെക്കഗ്നീഷൻ, ഇൻഫോർമേഷൻ സെർച്ച്, പിന്നെ ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ്, പർച്ചേസ് ഡിസിഷൻ, പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. ഇനി നമ്മൾ നോക്കുന്നത് കൺസ്യൂമർ അഡോപ്ഷൻ പ്രോസസ് ആണ്. കൺസ്യൂമർ അഡോപ്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ എന്താ? കൺസ്യൂമർ അഡോപ്ഷൻ പ്രോസസ് എക്സ്പ്ലെയിൻസ് ഹൗ കൺസ്യൂമേഴ്സ് അക്സെപ്റ്റ് ആൻഡ് സ്റ്റാർട്ട് യൂസിങ് എ ന്യൂ പ്രൊഡക്റ്റ്, സർവീസ് ഓർ ഇന്നോവേഷൻ. അതായത് ഒരു പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ എങ്ങനെയാണ് ഒരു കൺസ്യൂമർ അത് അക്സെപ്റ്റ് ചെയ്യുന്നതും അത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് കൺസ്യൂമർ അഡോപ്ഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ പഠിക്കുന്നത്. അതായത് അതിന് കുറച്ച് സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജസ് ഓഫ് കൺസ്യൂമർ അഡോപ്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അവയർനെസ്. അതായത് ഇന്നേ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള അവയർനെസ്, അതിനെക്കുറിച്ചുള്ള നോളേജ് ആണ് ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. പിന്നെ ഇൻട്രസ്റ്റ്, അതിന് നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞു, അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കിട്ടി. സോ നമുക്ക് തോന്നാണ് ഓക്കെ, ഇതൊരു നല്ല കാര്യമാണ്, ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂമർ സീക്സ് മോർ ഇൻഫോർമേഷൻ, കുറച്ചും കൂടി ഇൻഫോർമേഷൻ നമ്മൾ അതിനെ കുറിച്ചിട്ട് എടുക്കും. ദെൻ ഇവാലുവേഷൻ, വി വിൽ സ്റ്റാർട്ട് ഇവാലുവേറ്റിംഗ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓർ ദ ഇന്നോവേഷൻ. എന്നിട്ട് നമ്മൾ നോക്കും എന്ത്, ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഇന്നോവേഷൻ നമ്മളെ നീഡ്സിനെ മീറ്റ് ചെയ്യോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ട്രയൽ. അതായത് കൺസ്യൂമർ ട്രൈസ് ദ പ്രൊഡക്റ്റ് ഓൺ എ ലിമിറ്റഡ് ബേസിസ്. ട്രയൽ അതായത് നമ്മളിപ്പം സാമ്പിൾസ് ഒക്കെ നമ്മൾ എടുക്കുന്നില്ലേ, അതായത് ആ ഒരു പ്രൊഡക്റ്റ് നല്ലതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ട്രയൽ. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പാണ് അഡോപ്ഷൻ. നമ്മൾ ഫൈനലി നമ്മൾ ആ ഒരു ട്രയലിലൂടെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഇന്നോവേഷൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അത് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും.
These are the stages of consumer adoption. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേഞ്ചിങ് പാറ്റേൺ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. കൺസ്യൂമർ ബിഹേവിയേഴ്സ് ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല. അത് എപ്പോഴും ടെക്നോളജി അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻസ്, സോഷ്യൽ ട്രെൻഡ്സ് വെച്ചിട്ട് അത് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. മേജർ ചേഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിജിറ്റൽ ഷോപ്പിംഗ്, mobile commerce, social media influences, health and wellness consciousness, sustainability and ethical consumption, personalization, ക്യാഷ്ലെസ് ആൻഡ് കോണ്ടാക്ട്ലെസ് പേയ്മെന്റ്സ്. ഇത്രയാണ് ഒരു മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൺസ്യൂമേഴ്സ് പർച്ചേസ് പ്രോഡക്ട്സ് ഓൺലൈൻ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസിലൂടെ നമ്മൾ ഷോപ്പിംഗിനാണ് എന്ത് ഡിജിറ്റൽ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി മൊബൈൽ കോമേഴ്സ്, അതായത് ഷോപ്പിംഗ് ത്രൂ സ്മാർട്ട് ഫോൺസ് ഹാസ് ബിക്കം കോമൺ. സ്മാർട്ട് ഫോൺസിലൂടെ ഷോപ്പിംഗ് ചെയ്യുന്നതാണ് ബേസിക്കലി മൊബൈൽ കോമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ റിവ്യൂസ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ പർച്ചേസ് ഡിസിഷനിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് പറയുന്നത്. ദെൻ ഹെൽത്ത് ആൻഡ് വെൽനസ് കോൺഷ്യസ്നസ്. നമ്മളെപ്പോഴും ഇപ്പൊ ഒരു ഹെൽത്തി അല്ലെങ്കിൽ ഓർഗാനിക് പ്രൊഡക്ട്സ് കാര്യങ്ങളാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും എന്താ പറയാ, ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആൻഡ് ഓർഗാനിക് പ്രൊഡക്ട്സ് എന്നുള്ള രീതിയിലാണ്. സോ ഈ ഒരു ചേഞ്ച് അത് തന്നെയാണ് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് കോൺഷ്യസ്നസ്. ഇൻ സസ്റ്റൈനബിലിറ്റി ആൻഡ് എത്തിക്കൽ കൺസംഷൻ, കൺസ്യൂമേഴ്സ് ഇൻക്രീസിംഗ്ലി പ്രിഫർ എൻവയൺമെന്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്. അതായത് എൻവയൺമെന്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് പ്രിഫർ ചെയ്യും. അത് അവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സസ്റ്റൈനബിലിറ്റി ആൻഡ് എത്തിക്കൽ കൺസംഷൻ എന്ന് പറയുന്നത്. പേഴ്സണലൈസേഷൻ, കൺസ്യൂമേഴ്സ് എപ്പോഴും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എന്നുള്ള രീതിയിലല്ലാതെ കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ് ഉള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്നുള്ളത് ഇപ്പം പ്രിഫറൻസ് കൂടിക്കൂടി വരികയാണ് പേഴ്സണലൈസേഷന്. അതാണ് പേഴ്സണലൈസേഷൻ. ദെൻ ക്യാഷ്ലെസ് ആൻഡ് കൗണ്ട്ലെസ് പേയ്മെന്റ്സ്, യൂസിങ് ഡിജിറ്റൽ പേയ്മെന്റ്സ് അല്ലെങ്കിൽ ഗൂഗിൾ പേ, UPI പേയ്മെന്റ്സ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ക്യാഷ്ലെസ് ആൻഡ് കോണ്ടാക്ട്ലെസ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ പേയ്മെന്റ് മെത്തേഡ്സ് ഹാവ് ബിക്കം ദ പ്രിഫേർഡ് ഓപ്ഷൻ ഫോർ മെനി കൺസ്യൂമേഴ്സ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പം കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത് GPs കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്കൻഡ് മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. സോ നിങ്ങൾ എക്സാം എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കൂടുതലും ഡെഫിനേഷൻസ് പഠിച്ചിട്ട് എഴുതുക. അതുപോലെ തന്നെ എക്സാമ്പിൾസ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എക്സാമ്പിൾസ് വെച്ച് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് വാലിഡേഴ്സ് കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് ഇട്ട് തരാൻ സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാനും പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഹോപ്പ് യു ഗൈസ് ഇതൊക്കെ മനസ്സിലാക്കി വിചാരിക്കുന്നു. പിന്നെ താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ് us. ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഡു കമന്റ് എനി ഇംപ്രൂവ്മെന്റ്സ്. എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്സ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം. വിൽ കം അപ്പ് വിത്ത് മെനി മോർ വീഡിയോസ് ലൈക്ക് ദിസ്. താങ്ക് യു.